ഈ പാലക്കാട് രമേശ് പിഷാരിയുടെ പേരൊക്കെ കേൾക്കുന്നു. നിങ്ങൾ തന്നെയല്ലേ ഓരോരുത്തരുടെ പേര് പറയണം, അതൊക്കെ എന്നോട് ചോദിക്കല്ലേ. തീരുമാനമൊന്നും ആയിട്ടില്ല, തീരുമാനം നമ്മുടെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, സ്ക്രീനിങ് കമ്മിറ്റിയിൽ വെച്ച് പിന്നെ അത് അവിടെ കൊണ്ടുപോയി അവിടെ വെക്കും. നമ്മൾ പാലക്കാടത്തെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. നമ്മൾ പലരെയും പരിഗണിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അദ്ദേഹം ഭയങ്കര പോസിറ്റീവായിട്ടാണ്, അത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്, കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹത്തിന്റെ പേര് ചർച്ചയിലുണ്ടായിരുന്നു. അതായത് അധികാരം ഇല്ലാത്ത കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുന്നു എന്നുള്ള അഭിമാനമാണ്. പാലക്കാട് ആര് എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾക്കൊടുവിൽ വി ഡി സതീശൻ അതിനുള്ള ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? വി ഡി സതീശൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ പ്ലെയിങ് 11 എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം 140 മണ്ഡലങ്ങളുണ്ടല്ലോ. പ്ലെയിങ് 140 എന്ന് പറഞ്ഞാൽ ആദ്യ പരിഗണനയിൽ ടീമാകുമ്പോൾ ടീമിൽ ഒരു സ്ക്വാഡ് ഉണ്ടാകും, പ്ലെയിങ് 11 ഉണ്ടാകും, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാകും, അല്ലേ? അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ടീമിൽ പ്ലെയിങ് 11-ൽ ഇനിയിപ്പോൾ അവസാന കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാമപ്പ് നടത്താറുണ്ട്. ആ വാമപ്പിലെങ്ങാനും വല്ല ഇഞ്ചുറിയും പറ്റിയാലല്ലാതെ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് പോകില്ല. പ്ലെയിങ് 11-ൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ട് എന്ന് പറഞ്ഞാൽ 140 സ്ഥാനാർത്ഥി പട്ടിക വളരെ കൃത്യമായ സ്ക്രൂട്ടനിങ് നടത്തിയിട്ട് കണ്ടെത്തിയിരിക്കുന്ന 140 പേരിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടമാണ്. ആ ഒരാളിൽ ഈ പറയുന്ന രമേശ് പിഷാരടിയുമുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ഫൈനൽ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ അവിടെ രമേശ് പിഷാരടിയുടെ പേര് സബ്സ്റ്റിറ്റ്യൂട്ടിലുണ്ട് എന്നുള്ളതാണ്. ഈ സബ്സ്റ്റിറ്റ്യൂട്ടിൽ രമേശ് പിഷാരടിയുടെ പേരുണ്ട് എന്ന് പറയുമ്പോൾ അത് പാലക്കാട്ടേക്ക് മാത്രമായിട്ടാണോ? അല്ല. രമേശ് പിഷാരടിയുടെ പേര് ഈ 140-ൽ തന്നെയുണ്ട്. മേ ബി പൊസിഷനുകൾ മാറാം. ചിലപ്പോൾ സെൻറ്റർ ഫോർവേഡ് റൈറ്റ് വിങ്ങിലേക്ക് മാറാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറാം, അല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഒന്ന് ഇറങ്ങി കളിക്കേണ്ടി വരും. അതുപോലെ സെൻറ്റർ ബാക്കുകൾ ചിലപ്പോൾ ഒന്ന് പൊസിഷൻ മാറിയിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റ് വിങ്ങിലേക്കോ ഒക്കെ മാറാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട നോക്കൗട്ട് മത്സരമാണല്ലോ. ആ നോക്കൗട്ട് മത്സരം ആയതുകൊണ്ട് തന്നെ പൊസിഷനുകളൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. പക്ഷേ ഈ പറയുന്ന രാഹുലിൻ്റെ കാര്യത്തിൽ അയാൾ പ്ലെയിങ് 11 തന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ അയാളുടെ പൊസിഷൻ സെൻറ്റർ ഫോർവേഡാണ്. ആ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ ഇറങ്ങുക രാഹുൽ മാങ്കൂട്ടമായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കളി തുടങ്ങാറായിട്ടില്ല, സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മാച്ച് എന്നാണ് എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് വരണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ആണ് സ്ക്വാഡ് പ്രഖ്യാപനം ഉണ്ടാവുക. സ്ക്വാഡ് പ്രഖ്യാപനവും കഴിഞ്ഞ് വാർത്താ സമ്മേളനവും കഴിഞ്ഞ് പ്രസ് കോൺഫറൻസും കഴിഞ്ഞ് കളി തുടങ്ങുന്നതിൻ്റെ മുൻപ് ഒരു വാമപ്പുണ്ട്. ആ വാമപ്പ് മത്സരങ്ങളിൽ സംഭവം സാധാരണഗതിയിൽ ഇടയ്ക്കൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ചില പരിക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലെയിങ് 11-ൽ മാറ്റം വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമല്ലാതെ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഈ പറയുന്ന സെൻറ്റർ ഫോർവേഡ് പൊസിഷനിൽ നിന്ന് മാറ്റപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് പാലക്കാട് മത്സരിക്കുമെന്നുള്ളതിന് ആധികാരികമായ മറുപടി ആര് തന്നിരിക്കുന്നു? അത് പറയേണ്ട വ്യക്തിയായ വി ഡി സതീശൻ തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്, അല്ലേ? ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ്, ഒരു അനൗൺസ്മെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അത് വരും. അത് മാച്ച് എന്നാണ് എന്ന് മാച്ചിൻ്റെ ഡേറ്റ് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന അനൗൺസ്മെൻറ്റ് വരും. ആ ലിസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു അജണ്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമോ UDF സംബന്ധിച്ചിടത്തോളമോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു 8 അക്ഷരം പേരെഴുതുവാനുള്ള സ്ഥലം മാറ്റിയിട്ടുകൊണ്ട് പാലക്കാട്ടെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ നിലവിൽ ഈ പറയുന്ന പ്രചരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട് ഒരു പടി മുന്നിൽ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മളതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് ഓൾറെഡി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചുമരെഴുത്തുകൾ അടക്കം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് മാത്രമേ ഒരു അനൗൺസ്മെൻറ്റ് മാത്രമേ വരേണ്ടതുള്ളൂ. സ്ഥാനാർത്ഥിയുടെ പേരെഴുതാനുള്ള ഈ ചുമരെഴുത്തുകളിലൊക്കെ സ്ഥാനാർത്ഥിയുടെ പേരെഴുതുവാനുള്ള സ്ഥലം, ആ സ്പേസ് അവർ ഒഴിവാക്കി വിട്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നിങ്ങളുമായി പങ്കുവെച്ചപ്പോൾ ഒന്നുകൂടി ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ന് ഒന്നുകൂടി ആധികാരികമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ VD സതീശൻ്റെ വാക്കുകൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠനും നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച്, അത് കഴിഞ്ഞ് ശ്രീകണ്ഠൻ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച്, പ്രതികരണത്തെക്കുറിച്ച്, അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിട്ട് ഇന്നിപ്പോൾ VK ശ്രീകണ്ഠൻ പാലക്കാട് വെച്ച് നടത്തിയ മറ്റൊരു പ്രതികരണത്തെക്കുറിച്ച് ഒക്കെ ഞാൻ നിങ്ങളോട് അതിൻ്റെ വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന VD സതീശൻ്റെ പ്രതികരണം ശ്രദ്ധയിലേക്ക് പെട്ടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നേതാക്കന്മാരെ കാണുമ്പോൾ അവർ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തേക്ക് വിടുന്ന നേതാക്കന്മാരെ നമ്മൾ കാണുമ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ അവരുടെ വായിൽ നിന്ന് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കാനുള്ളത് എന്നത് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഈ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവസാന കളി തുടങ്ങാനുള്ള വിസിലടിക്കുന്നതിന് മുമ്പ് വാമപ്പിൻ്റെ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ആംസ്ട്രിങ് പോലെയുള്ള എന്തെങ്കിലും ഇഞ്ചുറികൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടം പ്ലേയിങ് 11-ൽ ഉണ്ടാവാതിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ കൃത്യമാണ്. നമ്മുടെ ആശങ്കകളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഇപ്പോൾ രാഹുൽ മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഇപ്പോൾ രാഹുലിനെ പിന്തുണക്കുന്ന നമുക്കെല്ലാവർക്കുമുണ്ട്, എനിക്കുമുണ്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഈ ആശങ്കകൾക്ക് ഒരു പരിഹാരം നമ്മൾ മത്സരിക്കൂലേ എന്നുള്ള ഈ ചാടിയുള്ള നിപ്പ്, അതിനൊരു ഒരു അറുതി വരുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മാക്സിമം ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് അപ്ഡേറ്റുകൾ കിട്ടിയാലും ഉടനടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം എന്നെ കേൾക്കുന്ന നിങ്ങളെപ്പോലെ അത് അല്ലാത്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തും, പാലക്കാട് മത്സരിക്കും എന്നുള്ള പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് രാഹുലുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുകയും രാഹുലുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട്ടെ ഈ ഒരു പുകപടലം അതൊന്ന് മാറിക്കിട്ടുവാനുള്ള ശ്രമങ്ങൾ അത്തരത്തിൽ എന്താണ് അതുമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് ലഭിക്കാനുള്ള അപ്ഡേറ്റ് എന്നൊക്കെയാണ് നിരന്തരമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം VD സതീശൻ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടാവും, അല്ലേ? രാഹുൽ മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് രാഹുൽ മത്സരിക്കുക? അയാൾ പാർട്ടിക്ക് പുറത്തല്ലേ എന്നൊക്കെയായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും അതൊക്കെ പരിഹരിക്കപ്പെടാൻ നിമിഷങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി എന്തെങ്കിലും ഈ പറയുന്ന അത്ഭുതങ്ങളിതൊന്നും ഞാൻ പറയുന്നില്ല, ഇതിന് എന്താ പറയണ്ടേ, കുത്തിത്തിരിപ്പുകൾ, അങ്ങനെ പറയാം, കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വഴി ആരെങ്കിലും മുടക്കുമോ എന്നുള്ളതാണ് എൻ്റെ അത് മാത്രമേ ഇനി ഒരു ആശങ്കയുള്ളൂ. നിലവിൽ രാഹുലുമായി ബന്ധപ്പെട്ട് എല്ലാ ആശങ്കകൾക്കും ഇനി സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രമേശ് പിഷാരടി ഉണ്ട് കേട്ടോ. രമേശ് പിഷാരടി പാലക്കാട് എന്ന് നമ്മൾ കേട്ടതൊക്കെ ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രമാണ്. രമേശ് പിഷാരടി ഈ പറയുന്ന 140-ൽ ഉണ്ട്. ആ 140-ൽ പിഷാരടി മിക്കവാറും എറണാകുളത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു മണ്ഡലമായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും തൃപ്പൂണിത്തറയായിരിക്കും.
ഏത് കെ ബാബു മത്സരിക്കാനില്ല, പാർലമെൻ്ററി രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന കെ ബാബു, ആ കെ ബാബുവിൻ്റെ മണ്ഡലമായ തൃപ്പൂണിത്തറയിലായിരിക്കും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേ ബി ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പൊസിഷനിൽ ചേഞ്ചുകളൊക്കെ ഇനി അവസാന ലാപ്പിൽ അവസാന പട്ടിക വരുമ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അതിപ്പോൾ നമ്മുടെ ആരുടെയും കയ്യിലല്ലോ. ഇപ്പോൾ ഒരാളെ തീരുമാനിച്ച് ഇനി അവസാന നിമിഷം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായ കാരണം ഒഴിച്ചിടാൻ പറ്റില്ലല്ലോ, മത്സരിപ്പിക്കണമല്ലോ. ആ മണ്ഡലം വളരെ 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 പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും സ്ഥാനാർത്ഥി മോശക്കാരാവില്ല. അത് രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും. കാരണം കോൺഗ്രസ് ഓൾറെഡി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചില അന്വേഷണങ്ങളും ചില സർവേകളൊക്കെ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ സർവേകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനുള്ള ജനപിന്തുണ അത് അചഞ്ചലമായിട്ട് അല്ലെങ്കിൽ ഒരു പടി കൂടി ഗ്രാഫ് ഉയർന്നുകൊണ്ട് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് 100% പോകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറപ്പും വിശ്വാസവും.